ഹലോ, വെൽക്കം ടു സഫീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് വീഡിയോ കാണാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ പീസാക്കി ഒരു ബോളിൽ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരൽപ്പം വെള്ളവും ചേർത്തിട്ട് കുതിർത്താൻ വെക്കണം. ഇത് 10 മിനിറ്റോളം കുതിർത്താൻ വെക്കണം. ഞാൻ കാണിക്കുന്ന അളവ് ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു പാക്കറ്റ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ശരിയായ ഇതിൻ്റെ അളവ്. ഇനി ഇതിനാവശ്യമായ കുറച്ച് കസ്റ്റേർഡ് പൊടി എടുത്ത് ഒരു അരക്കപ്പ് കസ്റ്റേർഡ് പൊടി എടുത്ത് ഒരു അര ഗ്ലാസ് പാലിൽ ഇതുപോലെ കട്ട കൂടാതെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് നേരത്തെ കുതിർത്തി വെച്ച ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം തന്നെ മറ്റൊരു പാൻ വെച്ച് ഒരു പാക്കറ്റ് പാല് അതിലൊഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കണം. പാല് ഒരുപാട് തിളക്കണം എന്നില്ല. അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നേരത്തെ മിക്സാക്കി വെച്ച കസ്റ്റേർഡിൻ്റെ മിക്സ് ഈ പാലിലേക്ക് ചെറുതായി ഒന്ന് ഒഴിച്ചു കൊടുത്ത് കട്ട കൂടാതെ ഇളക്കി കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നിട്ട് അരക്കപ്പ് മിൽക്കി മെയ്ഡ്, ഈ മിൽക്കി മെയ്ഡ് ചേർത്തുന്നത് കൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുള്ളത്. ഇനി ആ പാലിലേക്ക് തന്നെ നമുക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വെക്കുക. ഇതിലേക്ക് ഇനി ഒരു 5 ബ്രെഡിൻ്റെ ആവശ്യമുണ്ട്. ഈ 5 ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി പുഡിങ്ങിന് ആവശ്യമായ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു മിക്സ് തയ്യാറാക്കാം. ലോ ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ ഒരു പാൻ വെച്ച് ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിൽ ഒരു 250 ഗ്രാം ബട്ടറും ഇട്ട് കൊടുത്ത് നന്നായി മെൽറ്റ് ചെയ്ത്, കരിയാനേ പാടില്ല, പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും, കരിയാതെ ശ്രദ്ധിക്കണം. അതിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച ബദാം, ഞാൻ ഇതിൽ കടലയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും പിസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് നന്നായി ഇതുപോലെ ചെറിയ ഇതിൽ ഇങ്ങനെ നല്ല മിക്സാക്കി കൊടുത്ത് അത് നമുക്ക് കുറച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. ഇതുപോലെ നല്ല ബ്രൗൺ നിറത്തിലായതിനു ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്ത് വെക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. നേരത്തെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണത്. ഇനി ബ്രെഡും പാലൊക്കെ ഉള്ള മിക്സ് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. ഇതുപോലെ ഒരു സ്പൂണ് കൊണ്ട് നന്നായി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങളെ ഇഷ്ടം പോലെ ഇത് ഏത് തരത്തിലും ഗാർണിഷ് ചെയ്യാം. നേരത്തെ പൊടിച്ച് വെച്ച അത് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഗാർണിഷ് ചെയ്തെടുക്കുക. അത് നിങ്ങളെ ഇഷ്ടം പോലെ ഏത് ഷേപ്പിലും ഗാർണിഷ് ചെയ്തെടുക്കാം. സെറ്റായി വെച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിലേക്ക് വരാം. ബൈ.